ഒരു അവാർഡ് വിന്നിംഗ് ഹോളിവുഡ് ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ ആണ് ദേ ഇന്നത്തെ ദിവസം സ്റ്റാർസ് ഓൺ എയറിൽ നമ്മളുടെ മുമ്പിലുള്ളത്. സോഹൻ റോയ്, വെൽക്കം ടു ദ ഷോ. നമസ്തേ. സോ മൂവിനെ സംബന്ധിച്ചിടത്തോളം അല്ലാതെ ഒരു വണ്ടർഫുൾ ബിസിനസ് പേഴ്സണാലിറ്റി കൂടിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം നമുക്ക് സിനിമനെ കുറിച്ച് സംസാരിക്കാം. ബിക്കോസ് ഒരു ഇന്ത്യൻ ആദ്യമായിട്ടാണ് ഒരു ഹോളിവുഡ് സിനിമ അതും ഡയറക്റ്റും ചെയ്തു പ്രൊഡ്യൂസും ചെയ്തു. സോ നമുക്ക് ഡാം 999 എന്ന് പറയുന്ന ആ ഒരു മൂവി, അല്ലെങ്കിൽ എങ്ങനെയാണ് അങ്ങനെ ഒരു ഹോളിവുഡ് മൂവി എന്നുള്ളതിലേക്ക് വരാമെന്ന് തോന്നിയത്? അല്ല, സിനിമ എൻ്റെ ഏറ്റവും വലിയ പാഷനായിരുന്നു. പക്ഷേ ബിക്കം ആൻ എഞ്ചിനീയർ. ആഫ്റ്റർ എഞ്ചിനീയറിംഗ് ഐ ട്രൈ ടു ജോയിൻ ഫിലിം ഇൻഡസ്ട്രി ഫോർ സം ടൈം. അത് നടന്നില്ല. പിന്നീട് ഐ തോട്ട് ഓക്കെ ഐ വിൽ ഡു മൈ പ്രൊഫഷൻ ആൻഡ് വൺ ഡേ ഐ വിൽ മേക്ക് എ മൂവി. അങ്ങനെ almost 16 years I tried to make the money to make that movie. അങ്ങനെയാണ് ഡാം 999 എന്ന് പറഞ്ഞ പ്രോജക്റ്റ് 2008 ഞാനത് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. 2010 ഷൂട്ട് ചെയ്യുന്നു, 2011 റിലീസ് ചെയ്യുന്നു. അപ്പം അന്ന് ഫുൾ ടൈം ഒരു ഡയറക്ടർ ആവാൻ പറ്റില്ല. പക്ഷെ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് 4 വർഷം എടുത്ത് ഈ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പം ഒരു സാധാരണ ഇന്ത്യൻ സിനിമ ചെയ്യാനായിട്ട് ഇവിടെ ഇഷ്ടംപോലെ ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പം എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നപ്പോഴാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫിലിം മേക്കറാണ് സത്യജിത് റേ. സത്യജിത് റേയുടെ നടക്കാതെ പോയ ഒരു സ്വപ്നമുണ്ട്, ഇന്ത്യയിൽ നിന്നും ഹോളിവുഡ് ഫോർമാറ്റിൽ ഒരു സിനിമ ചെയ്യുക. പുള്ളി അതിനുവേണ്ടി 12 വർഷം ട്രൈ ചെയ്തിരുന്നു. 1963 to 1975. അതാണ് ഏലിയൻ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റാണ്, കൊളംബിയ പിക്ചേഴ്സുമായിട്ട് ചേർന്ന്. 1975 പുള്ളി അത് സ്ക്രാപ്പ് ചെയ്യുകയാണ്, നടക്കാതെ പോകുന്നത്. അത് പുള്ളിയുടെ ലൈഫിലെ ഏറ്റവും വലിയ വിഷമം ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. പുള്ളിയുടെ ബയോഗ്രഫിയിൽ അതുണ്ട്. അതാണ് പിന്നീട് സ്പീൽബർഗ് ET എന്ന് പറഞ്ഞ സിനിമയാക്കുന്നത്. അതിൻ്റെ സ്റ്റോറി ബോർഡ് ആക്ച്വലി സത്യജിത് റേയുടെ ആയി. നമ്മുടെ മനസ്സിൽ പതിഞ്ഞേക്കുന്ന ആ ETയുടെ ഷേപ്പ് സത്യം പറഞ്ഞാൽ സത്യജിത് റേയാണ് വരച്ചേക്കുന്നത്. അദ്ദേഹത്തിന് നടക്കാതെ പോയത് ഫുൾഫിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു മൈൽ സ്റ്റോൺ ആണ്. അങ്ങനെയാണ് ഹൗ ടു മേക്ക് എ ഹോളിവുഡ് മൂവി ഫ്രം ഇന്ത്യ യൂസിങ് ഇന്ത്യൻ ഹ്യൂമൻ റിസോഴ്സ്, നമ്മുടെ കഴിവ് വെച്ചുകൊണ്ട്. അതേസമയം ഹോളിവുഡിന്റെ ഫോർമാറ്റിന്റെ ടോട്ടലി ഡിഫറെന്റ്. നമ്മുടെ ഇന്ത്യയിലെ സിനിമ ചെയ്യുന്ന പോലെയല്ല. അതിന് ഒരുപാട് ലീഗൽ ആസ്പെക്ട്സ് നമ്മൾ നോക്കണം. അതിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനെ ഒരു ഓസ്കാറിന്റെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇത്രയും വർഷമായിട്ടും ഒരു 100 വർഷം കഴിഞ്ഞിട്ടും ഇന്ത്യൻ സിനിമയ്ക്ക് അന്ന് മെയിൻ സ്ട്രീം ഓസ്കാറിൽ പോകാൻ ഒരു സിനിമ പോലും ഉണ്ടായില്ല. എല്ലാം ഫോറിൻ ലാംഗ്വേജ് കാറ്റഗറി നമ്മളയക്കും. അപ്പം AR റഹ്മാനൊക്കെ കിട്ടിയെന്ന് വെച്ചാൽ അത് UK മൂവിയാണ്, ഡാനി ബോയിലിൻ്റെ, ഇന്ത്യൻ മൂവിയല്ല. അങ്ങനെ ആ ഫോർമാറ്റിനെ കുറിച്ച് ആദ്യം പഠിക്കാൻ തുടങ്ങി. ഐ ടുക്ക് എ ഡിപ്ലോമ ഇൻ ഫിലിം ഡയറക്ഷൻ ഫ്രം ഹോളിവുഡ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഐ നോ ദ ബേസിക്സ് എനിക്കറിയാം. അതിനെക്കുറിച്ച് ശരിക്കും റിസർച്ച് നടത്തിയിട്ടാണ് എങ്ങനെ അത് ഇന്ത്യയിൽ നിന്ന് അത് ചെയ്യാം. കാര്യം അവർക്കും അറിയില്ല, ഹോളിവുഡിലുള്ളവർക്കും അവർക്ക് അവിടെ സിനിമ ചെയ്ത് അവിടുന്ന് ഓസ്കാറിലേക്ക് എത്തിക്കാൻ അറിയാം. എങ്ങനെ ഇന്ത്യയിൽ ചെയ്തിട്ട് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് കൺഫ്യൂഷനായി. അപ്പോൾ അതിനെക്കുറിച്ച് തറോ റിസർച്ച് നടത്തി ഐ മേഡ് ഒരു ബിഗ് ക്യാൻവാസിൽ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും മികച്ചൊരു ടീമിനെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തു. ഒരു 16 നാഷണൽ അവാർഡ് വിന്നേഴ്സാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ചെയ്യാനായിട്ട്. അങ്ങനെയാണ് ഈ ഡാം 999 എന്ന് പറഞ്ഞ മൂവി വരുന്നതും അത് പിന്നീട് ഓസ്കാറിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നതും. ആദ്യമായിട്ട് 5 സെലക്ഷൻ കിട്ടുന്നു, 3 സോങ്സ് സെലക്റ്റായി. ദാറ്റ് ഈസ് ദ റീസൺ ഫോർ ഡാം. അതിലും എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് നമ്മുടെ ഇപ്പം എല്ലാ പ്രാവശ്യവും നമുക്കറിയാം, ഒരു മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന ഒരു സബ്ജക്റ്റാണ്, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മുല്ലപ്പെരിയാർ ഡാം. അതിനെക്കുറിച്ചും സാർ എനിക്ക് തോന്നുന്നു കുറേയധികം റിസർച്ചും കാര്യങ്ങളും ഒക്കെ ചെയ്തു. അതിപ്പം ഇപ്പം സിനിമയുടെ ഒരു സ്ട്രക്ചർ നമ്മൾ തീരുമാനിച്ചു, പക്ഷേ അതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നല്ല സ്റ്റോറി വേണം. അപ്പം അതിനെക്കുറിച്ചുള്ള അന്വേഷിച്ച് പോയപ്പോഴാണ് ഒരു കൊമേഴ്സ്യൽ മൂവി അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒരു സോഷ്യൽ റിലവൻസ് ഉള്ള ഒരു സബ്ജക്റ്റ് വേണം. അങ്ങനെ പോയപ്പോൾ കണ്ടെത്തിയതാണ് മുല്ലപ്പെരിയാർ ഇഷ്യൂ. അപ്പം ലോകം കണ്ട ഏറ്റവും വലിയ മാൻമേഡ് ദുരന്തം എന്ന് പറഞ്ഞാൽ 1975 ബാങ്കിയോ ഡാം ഡിസാസ്റ്ററാണ്. 2.5 ലക്ഷം പേര് മരിച്ച ഒരു ഡാം ദുരന്തമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് മുല്ലപ്പെരിയാറിനും അതിന് ഒരേ വലിപ്പമാണ്. അതേസമയം മുല്ലപ്പെരിയാർ നിൽക്കുന്നത് അതിനേക്കാളും 7 ഇരട്ടി ഹൈറ്റിലാണ്. ഒരു ഡാമിൻ്റെ ഹൈറ്റ് കൂടുന്ന, അതായത് അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ചിട്ടാണ് അതിൻ്റെ ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂടുന്നത്. അപ്പോൾ അവിടെ 2.5 ലക്ഷം പേരെ മരിച്ചെങ്കിൽ ഇവിടെ 25 ലക്ഷം പേര് മരിക്കും. അപ്പോൾ അത് അങ്ങനെയാണ് ആ സബ്ജക്റ്റ് എടുക്കാമെന്ന് തീരുമാനിച്ചത്. മറ്റുമല്ല, ഞാൻ താമസിക്കുന്നത് എറണാകുളത്താണ്, അതിൻ്റെ മുന്നിലാണ്. നാളെ ഒരു ദുരന്തം ഉണ്ടായാൽ ഞാനോ എൻ്റെ കുടുംബാംഗങ്ങളോ എൻ്റെ സുഹൃത്തുക്കളോ ഒക്കെ അതിൻ്റെ വിക്ടിംസ് ആവും. മാത്രമല്ല ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോഴാണ് ആയിരക്കണക്കിന് ഡാമുകൾ ക്രോസ് ദ വേൾഡ് ഇതുപോലെ ദുരന്തത്തിനെ ഫേസ് ചെയ്യണം. കാര്യം ഏത് ഡാമും അതിൻ്റെ അന്ത്യം എന്ന് പറഞ്ഞാൽ ഒരു ദുരന്തത്തിലൂടെ അവസാനിക്കും. കാര്യം
ഒരു ഡാമും പണിയുമ്പോൾ അത് റീപ്ലേസ് ചെയ്യുന്നതിനെ കുറിച്ചൊരു പ്രോജക്റ്റ് ആരും ചെയ്തിട്ടില്ല. അപ്പം ഒരു ദിവസം എല്ലാത്തിനും കാലപ്പഴക്കം കഴിയുമ്പോൾ അത് തകരണം. മുല്ലപ്പെരിയാർ ഇന്ന് നിൽക്കുന്നത് അതൊരു കോൺക്രീറ്റ് ഡാം അല്ലാത്തതുകൊണ്ടാണ്. കോൺക്രീറ്റ് ഡാം ആയിരുന്നെങ്കിൽ അത് എന്നേ തകർന്നേനെ. ഇതൊരു എർത്തൻ ഡാം ആയതുകൊണ്ട് സെൽഫ് വെയിറ്റിൽ നിൽക്കുന്നു. പക്ഷേ ഇന്ന് ലോകത്തിലുള്ള മെജോറിറ്റി ഡാംസും കോൺക്രീറ്റ് ഡാംസാണ്. ഒരു കോൺക്രീറ്റ് ഡാമിൻ്റെ അന്ത്യം എന്ന് പറഞ്ഞാൽ അത് 50 വർഷത്തിനും 100 വർഷത്തിനും ഇടയ്ക്ക് തകർന്നേ പറ്റത്തുള്ളൂ. ഏത് കോൺക്രീറ്റ് സ്ട്രക്ചറും അങ്ങനെ തകർത്തുള്ളൂ. അപ്പം എല്ലാ വർഷവും നമ്മളിപ്പം കോൺക്രീറ്റ് ഡാമുകൾ തകർന്ന കഥ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് അത് അതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയിൽ ഞങ്ങൾ പറയാൻ ശ്രമിച്ചത് ഒരു പഴയ ഡാമിനെ ഒരു പുതിയ ഡാമിനെ കൂടെ നമ്മൾ കാണിക്കുകയാണ്. പുതിയ ഡാം കോൺക്രീറ്റ് ഡാമും പഴയത് എർത്തൻ ഡാമുമാണ്. ആ പുതിയ ഡാം കോൺക്രീറ്റ് ഡാം ഈസ് മോർ ഡേഞ്ചറസ് ദാൻ എർത്തൻ ഡാം എന്നുള്ളതാണ് ഇതിൻ്റെ ക്ലൈമാക്സിൽ നമ്മൾ കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു കോൺട്രവേഴ്സി വന്നു കഴിഞ്ഞപ്പോൾ അത് വെറും മുല്ലപ്പെരിയാറിലേക്ക് ഒതുങ്ങിപ്പോയി. അതിലൂടെ നമ്മൾ കൂടുതൽ പറയാൻ ശ്രമിച്ചത് അത് കണ്ടവർക്ക് മനസ്സിലാവും കോൺക്രീറ്റ് ഡാംസ് ആർ മോർ ഡേഞ്ചറസ്. ഏരീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സാറിൻ്റെ സ്വപ്നം അല്ലെങ്കിൽ എന്താ പറയേണ്ടത് നമ്മൾ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു കമ്പനിയാണ്. അപ്പം എങ്ങനെയാണ് ഒരു സക്സസ്ഫുൾ ബിസിനസ് പേഴ്സണായിട്ട് മാറിയത്? എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് ജേർണി സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ പഠിക്കുന്ന കാലത്തെ ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്തൊരു വ്യക്തിയാണ്. കാര്യം മറ്റു മാർഗ്ഗമില്ലാത്തതുകൊണ്ട് എൻ്റെ പേരൻസ് ടീച്ചേഴ്സായിരുന്നു. അവർ റിട്ടയർ ചെയ്തതിന് ശേഷം ഞാൻ എഞ്ചിനീയറിങ്ങിന് വരുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് എൻ്റെ സ്വന്തമായിട്ട് പഠനത്തിനുള്ള പണം കണ്ടെത്തണമായിരുന്നു. അങ്ങനെ എൻ്റെ ക്യാമ്പസിൽ തന്നെ എനിക്ക് ഒരു ഡ്രൈ ക്ലീനിങ് ഷോപ്പും ഒരു ടൈപ്പിംഗ് സെൻറ്ററും ആയിട്ട് അത് ഐ വാസ് റണ്ണിങ് ഇറ്റ്. സോ എങ്ങനെ ഒരു ഓൺടർപ്രണർ ആവണം, സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകണമെന്നതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നു, അതൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പഠിച്ചിറങ്ങിയതിന് ശേഷം ഒരു മേ ബി ഒരു 2 years കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്നുള്ളത് മനസ്സിലുള്ളതാണ്. കാര്യം നമ്മൾ ഒരിക്കലും ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ വേറൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യാൻ നമുക്ക് മനസ്സ് തോന്നില്ല. കാര്യം നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാനുള്ള ധൈര്യമായി. അതിൽ വെള്ളത്തിലിറങ്ങി നമ്മൾ നീന്തൽ പഠിക്കുന്ന പോലെയാണ്. മനസ്സ് നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളൊരാൾ ഒന്നും പേടിക്കത്തില്ല, നമ്മൾ ഒറ്റയ്ക്ക് നീന്തും. അതുപോലെയാണ്. അപ്പം ഇത് ആ ധൈര്യം എനിക്ക് ക്യാമ്പസിൽ നിന്ന് കിട്ടിയതാണ്. പക്ഷേ അത് പഠിത്തം കഴിഞ്ഞ് ഞാൻ ഗൾഫിൽ വന്നു. അത് കഴിഞ്ഞ് ആദ്യം പെട്ടെന്ന് ഫസ്റ്റ് ഒരു വെക്കേഷൻ തന്നെ മാരേജ് കഴിഞ്ഞു. അപ്പം പ്രയോറിറ്റി മാറി. പിന്നീട് കുട്ടികളായി, വീണ്ടും പ്രയോറിറ്റി മാറി. അങ്ങനെ അത് നീണ്ടൊരു 6 years കഴിഞ്ഞപ്പോഴാണ് ഐ തോട്ട് ഓക്കെ ഇറ്റ്സ് ടൈം ടു സ്റ്റാർട്ട്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. മാത്രമല്ല ഫോബ്സ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ബിസിനസ് പേഴ്സണാലിറ്റി കൂടിയാണ്. അപ്പം അങ്ങനെയുള്ള കുറേ അധികം റെക്കഗ്നേഷൻസ് കിട്ടിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ കമ്പനിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ശരിക്കും നമുക്കൊക്കെ എന്താ പറയുക ഭയങ്കര ഒരു വണ്ടറായിട്ട് ഫീൽ ചെയ്യുന്നതാണ് പാരൻസ് പെൻഷൻ എന്ന് പറയുന്ന ഒരു സംഗതി. എംപ്ലോയീസിൻ്റെ പേരൻസിന് പെൻഷൻ കൊടുക്കുക. ആ ഒരു തോട്ട് എപ്പോഴാണ് തോന്നിയത്? 25ഓളം ഞങ്ങളുടെ HR ഫീച്ചേഴ്സ് വേൾഡിലെ യുണീക്കാണ്. വേറൊരു കമ്പനിക്കും അവകാശപ്പെടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അത് തുടക്കം തൊട്ടേ നമ്മൾ HR ഫീച്ചേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ്. അത് ഓരോ വർഷവും ഓരോ ഫീച്ചർ ചെയ്തുകൊണ്ടാണ്. തുടക്കത്തിൽ തന്നെ വെരി ബിഗിനിങ് തന്നെ തീരുമാനിച്ചാണ് 50% ലാഭം എംപ്ലോയീസിന് തിരിച്ചു കൊടുക്കണം. കാര്യം അവരാണ് ഇതിനെ ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്നത്. സോ അവരുടെ സെറ്റാണ്. അപ്പം ദേ ഡിസേർവ് ഇറ്റ്. അങ്ങനെ ഓരോ വർഷവും ഓരോ ഫീച്ചർ ആഡ് ചെയ്ത് വന്നപ്പോഴാണ് പേരൻറ്റ് പെൻഷൻ തുടങ്ങി. അച്ഛനും അമ്മയ്ക്കും സെപ്പറേറ്റ്. അത് 20 വർഷത്തോളമായി പേരൻറ്റ് പെൻഷൻ തുടങ്ങി. പിന്നീട് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള സ്പൗസസിന് സാലറി ആയി, ബേബി അലവൻസ് ഉണ്ട്, റിട്ടയർമെൻറ്റ് പ്ലാൻസ് ഉണ്ട്. എല്ലാ എംപ്ലോയീസിനും പ്രൈവറ്റ് സെക്ടറിൽ നമുക്ക് റിട്ടയർമെൻറ്റ് സ്കീമുണ്ട്. എഡ്യൂക്കേഷൻ, കുട്ടികളുടെ എഡ്യൂക്കേഷൻ്റെ കാര്യമെല്ലാം നോക്കുന്നുണ്ട്. മെനിസ്ട്രൽ ലീവ്സ്, മന്ത്ലി മെനിസ്ട്രൽ ലീവ്സ് ഉണ്ട്. ലേബർ ലീവ് 1 year മിനിമം ഉണ്ട്. അത് 2 years വരെ നമുക്ക് കുട്ടിയെ നോക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യാവുന്ന സംവിധാനം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ HR ഒരുപാട് യുണീക്ക് ഫീച്ചേഴ്സ് ഉണ്ട്. ഒരു എംപ്ലോയി മരിക്കുകയാണെങ്കിൽ ലൈഫ് ലോങ് ആ ഫാമിലിയെ നമ്മളെ നോക്കുന്നത്. അവരുടെ ലീഗൽ ഇഷ്യൂസ് നമ്മൾ നോക്കുന്നു. വി ഹാവ് ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെൻറ്റ്. അവരുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് വി ടേക്ക് കെയർ. അങ്ങനെ വളരെ യുണീക്കായിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഞങ്ങൾ വി കൺസിഡർ ഇറ്റ് ആസ് എ ഫാമിലി. ഐ പ്ലേസ് മൈസെൽഫ് ആസ് ദ എൽഡസ്റ്റ് ബ്രദർ. എൻ്റെ അനിയന്മാരും അനിയത്തിമാരും അവരുടെ എല്ലാ കാര്യത്തിലും നമ്മൾ ഇടപെടണമല്ലോ. അങ്ങനെയുള്ളൊരു കൺസെപ്റ്റാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഫീഡ്ബാക്സ് ഒക്കെ കിട്ടാറുണ്ടോ? ലൈക്ക് സ്പോർട്സിന്റെ കയ്യിൽ നിന്നാണെങ്കിലും അതുപോലെ പേരൻസിന്റെ കയ്യിൽ നിന്നാണെങ്കിലും അവരുടേതായിട്ടുള്ള ഫീഡ്ബാക്സ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം? നമ്മളെ റിട്ടൻഷൻ റേറ്റ് ഈസ് വൺ ഓഫ് ദ ഹയസ്റ്റ് ഇൻ ദ പ്രൈവറ്റ് സെക്ടർ. ഓൾമോസ്റ്റ് 95% ആണ്. അപ്പം എല്ലാവരും അത്രയും ഹാപ്പി ആയതുകൊണ്ടാണല്ലോ നിൽക്കുന്നത്. അതുമല്ല ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. കാര്യം കമ്പനി ഗ്രോ ചെയ്യുന്ന അതേപോലെ എംപ്ലോയിയും ഗ്രോ ചെയ്യണം. അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. അവരുടെ കരിയർ ഡിസൈൻ ശരിക്കും പറഞ്ഞാൽ ജോബ് കിട്ടിയതിന് ശേഷമാണ് ശരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. സ്കിൽ ഡെവലപ്മെൻറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം. എവറി ഇയർ ആനുവൽ ട്രെയിനിങ്സ് ഉണ്ട്. ഒരു 50 മണിക്കൂർ എല്ലാവരും ട്രെയിൻ ചെയ്യണം. ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്യുന്ന പോലെയാണ് ഈ കൺസെപ്റ്റ്. അപ്പം ഒരു 20 വർഷമായി കഴിഞ്ഞാൽ they need to write their professional biography. They get industrial doctorate for that one. We have a university for that one actually.
അപ്പോൾ അത് മറ്റുള്ളവർക്ക് മോഡൽസ് ആക്കാൻ വേണ്ടി ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരാൾക്കും അവിടെ നിന്ന് ഒരു നഷ്ടമല്ല. ഓരോ ദിവസം ഇപ്പോൾ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, അവർ ഗ്രോ ചെയ്യുന്നുണ്ട്. അക്കാഡമിക് എന്താണ് ഒരു കോൺഫിഡൻസ് ലെവൽ, ഒരു ബയോഗ്രഫിയൊക്കെ എഴുതി കഴിയുമ്പോഴുള്ള കോൺഫിഡൻസ് ലെവൽ വെരി ഹൈ ആണ്. അതുകൊണ്ട് ദേ ആർ ഓൾ ഹാപ്പി ആക്ച്വലി. അതുകൊണ്ട് ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടും. ഇവരുമായിട്ട് റിയൽ ഇൻട്രാക്ഷൻ ഉണ്ട് ഓരോ എംപ്ലോയീസുമായിട്ട്. My daughter is heading that department. Okay. She is basically a ship designer, but she is a hypnotherapist also, very famous in Dubai. So she addresses all these employees, take the feedback. So ഓൾറൈറ്റ്. അപ്പോൾ നമ്മുടെ ഹാപ്പിനെസ് പ്രോജക്റ്റ് ഹെഡ് ചെയ്യുന്ന നിവേദ്യ ഇവിടെ ഉണ്ട്. സോ ലെറ്റ്സ് വെൽക്കം ഹർ. okay, thank you. അപ്പോൾ ഏരീസ് ഗ്രൂപ്പിന്റെ ഹാപ്പിനെസ് ഡിവിഷൻ കൈകാര്യം ചെയ്യുന്നത് നിവേദ്യയാണ്. ഞാൻ നേരത്തെ ചോദിച്ച പോലെ തന്നെ കുറേ ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ലേ? Yes, a lot actually. And I think it manasilayide like quite recently we've been speaking directly to people who have a downline as well as a reporting head as well. So as part of that, we can really understand what the pain points are, areas of improvements, because especially if there is a organization run chamber, a lot of the managers, they don't have the time to go into the details of these little concerns, and it's not their fault, but it helps. So when you get the data, when you understand what these issues are, and then you can feed it back to the top management, you can actually make a lot of changes and understand from a root level in that issue. So it helps. ഓക്കെ. അച്ഛനൊരു സക്സസ്ഫുൾ ബിസിനസ്മാൻ ആണ്. സോ ഡെഫിനറ്റ്ലി എന്താണ് അങ്ങനെ തന്നിട്ടുള്ള അഡ്വൈസ്? Oh my God, so much. I think now that I'm running a business myself, I can value a lot of advice that he gives me. Before, it would go from one year and out the other year. Okay. But I think one of the best advice is time management. I think that's something that he instills in everyone, whether it's me or the staff. And I think the older I get and the more responsibilities I get, it shows how important it is. And it's like literally the foundation of everything. So it's how you manage your time. Yeah, for I sure. think in your company there is time software something there, no? Yeah, FSM. So it's a time management. I think he would be a much better person. He's like the founder of it. ഞങ്ങളുടെ കമ്പനിയുടെ മോട്ടോ എന്ന് പറയുന്നത് ടൈം ഈസ് മണി, വി കൗണ്ട് ഈവൻ സെക്കൻഡ്സ്. എവറിത്തിങ് നമ്മൾ ടൈമിനെ ബേസ് ചെയ്തിട്ടാണ് വന്നത്. കാര്യം ഫോർ എസ് ഇറ്റ് ഈസ് ലൈക്ക് എ റിലീജിയൻ ആക്ച്വലി. അതിലെ ഗോഡാണ് ടൈം. ക്ലോക്ക്സ് ഐഡൽസ് ആയിട്ടാണ് നമ്മളെപ്പോഴും പറഞ്ഞാൽ വേർ വർക്ക് ഈസ് വർഷിപ്പ്, ടൈം ഈസ് ദ ഗോഡ് ആൻഡ് ക്ലോക്ക്സ് ആർ ഐഡൽസ് ആണ്. അപ്പം കാര്യം ലോകത്തിൽ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒന്ന് ടൈം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാത്തിലും നമ്മൾ പല ഐഡിയോളജി ഉള്ളവരാണ്. ഡിഫറെൻറ്റ് റിലിജിയൻ, ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ തോട്ട്സ്, ഐഡിയോളജി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. പക്ഷേ ടൈം എല്ലാവർക്കും കോൺസ്റ്റൻ്റാണ്. അതിൻ്റെ നമ്മുടെ സക്സസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ടൈമിനെ നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നു അതാണ്. വേറെ നത്തിങ് എൽസ്. അല്ലാതെ നിങ്ങൾ രാവിലെ തൊട്ട് വൈകിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ യു വിൽ നോട്ട് ഗെറ്റ് മണി, റൈറ്റ്? ബട്ട് വെൻ യു എഫക്റ്റീവ്ലി യൂസ് യുവർ ടൈം, മണി കംസ്, റെപ്യൂട്ടേഷൻ കംസ്, ടാലൻറ്റ് കംസ്, എവറിത്തിങ്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ടൈമിനെ നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളതാണ്. അങ്ങനെയാണ് വി സ്റ്റാർട്ടഡ് ഡെവലപ്പിംഗ് എ സിസ്റ്റം കോൾ എഫിസം, എഫിഷ്യൻസി ഇംപ്രൂവ്മെൻറ്റ് സിസ്റ്റം മാനേജ്മെൻറ്റ്. നമ്മൾ പണ്ട് പറയും സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞ പോലെ. പിന്നെ കോമ്പറ്റേറ്റീവ് വേൾഡ്, എസ്പെഷ്യലി ഇപ്പോൾ AI ഒക്കെ വരുന്ന ഈ ഒരു കാലത്ത് നിങ്ങൾക്ക് ഇവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ ഒറ്റ മാർഗ്ഗമുള്ളൂ, നിങ്ങൾ എഫിഷ്യൻ്റ് ആയിരിക്കണം. എഫിഷ്യൻ്റ് ആയവരെ എഫിഷ്യൻ്റ് അല്ലാത്തവരെ ഓവർടേക്ക് ചെയ്ത് പോകും. ബട്ട് എഫിഷ്യൻസിയെ നിങ്ങൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, എഫിഷ്യൻസിയെ എങ്ങനെയാണ് അതിനെ ആദ്യം അളക്കണ്ടേ, അതിനെക്കുറിച്ച് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ. സോ വി മെയ്ഡ് എ സ്കെയിൽ. ആ സ്കെയിൽ ഏതാണ്ട് 200ഓളം പാരാമീറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. അത് നമ്മുടെ എഫിഷ്യൻസി ഡിസൈഡ് ചെയ്യുന്നൊരു പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ പാരാമീറ്റേഴ്സൊക്കെ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 50 പാരാമീറ്റർ ചെയ്ത് തുടങ്ങി. പിന്നെ അതിങ്ങനെ കൂട്ടി ഇപ്പം വി ഐഡൻറ്റിഫൈഡ് മോർ ദാൻ 200 ഡ്രെയിൻ. ബേസിക്കലി ഇതൊക്കെ നമ്മളുടെ ഔട്ട്പുട്ട് ക്രിയേഷനകത്തെ ഡ്രെയിൻ ഹോൾസ് ആണ്. ഈ ഓരോ ഡ്രെയിൻ ഹോൾസ് നിങ്ങൾ അടയ്ക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ഔട്ട്പുട്ട് കൂടിക്കൊണ്ടിരിക്കും. ആൻഡ് പ്രോഫിറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു യുവർ ഔട്ട്പുട്ട്. ആൻഡ് ഇത് ഓരോ പ്ലഗ് അടയ്ക്കുന്നതനുസരിച്ച് ബേസിക്കലി സംഭവിക്കുന്നത് നിങ്ങളുടെ ക്യാരക്ടർ മാറിക്കൊണ്ടിരിക്കും. ബേസിക്കലി നിങ്ങളുടെ ഓരോ വ്യക്തിക്ക് ഒരു 100ഓളം ക്യാരക്ടർ ഡെഫിഷ്യൻസീസ് ഉണ്ട്. ഈ ക്യാരക്ടർ ഡെഫിഷ്യൻസിയാണ് നിങ്ങളെ ഇൻഎഫിഷ്യൻ്റ് ആക്കുന്നത്. ഈ ഓരോ ക്യാരക്ടർ ഡെഫിഷ്യൻസി നിങ്ങൾ പ്ലഗ് ചെയ്യുമ്പം നിങ്ങൾ വേറൊരു ക്യാരക്ടർ ആയിക്കൊണ്ടിരിക്കും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ലെസൺ നമ്പർ 1 പങ്ക്ച്വാലിറ്റി.
90% ആൾക്കാരും ആക്ച്വലി പങ്ക്ച്വലല്ല. 90 അല്ല, 99% ആൾക്കാരും പങ്ക്ച്വലല്ല. 5 മിനിറ്റ് ലേറ്റ്, 10 മിനിറ്റ് ലേറ്റ് അതൊരു പ്രശ്നമല്ല. ഇൻ ഇന്ത്യൻസ് ജനറലി ഹാഫ് ആൻ അവർ വരെ ചിലപ്പം ഒരു പ്രോഗ്രാം പറഞ്ഞാൽ അരമണിക്കൂർ ലേറ്റ് ആവും. അതേസമയം ഐ എം എ ഫിലിം മേക്കർ. ഓക്കെ, ഫിലിമിനകത്ത് അത് സെക്കൻഡ്സിനാണ് സെൻസർ ചെയ്തെടുക്കുന്നത്. പിന്നീട് 1 സെക്കൻഡ് പോലും മാറുന്നില്ല. തിയേറ്ററിൽ 6:30 ഷോ എന്ന് പറഞ്ഞാൽ 6:30 അവിടെ അരമണിക്കൂർ കഴിഞ്ഞിട്ടൊരു പരിപാടിയില്ല. അപ്പോൾ ടൈം കീപ്പിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലമാണ് മൂവി ഇൻഡസ്ട്രി. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് ലൈഫിൽ മൊത്തം കൊണ്ടുവന്നാണ് സീലായിച്ചു. എവരിവെയർ 6:30 പരിപാടി തുടങ്ങും. അപ്പോൾ ഈ പങ്ക്ച്വാലിറ്റിയിലേക്ക് ഇപ്പോൾ ലെസൺ നമ്പർ പങ്ക്ച്വൽ. അപ്പം ഒരു സ്ഥാപനത്തിൽ എല്ലാവരും പങ്ക്ച്വലാണെന്നിരിക്കട്ടെ, സമയത്തിന് റെസ്പെക്ട് ചെയ്ത് തുടങ്ങുമ്പോഴാണ് പങ്ക്ച്വാലിറ്റി വരുന്നത്. അങ്ങനെയപ്പോൾ നിങ്ങൾ എവിടെയും കൃത്യസമയത്ത് എത്തും, ഒരു ജോബ് കൃത്യസമയത്ത് തീർക്കും, കൃത്യസമയത്ത് അതിൻ്റെ റിപ്പോർട്ട്സ് കൊടുക്കും, ക്ലയൻറ്റ് ഈസ് ഹാപ്പി. നമ്മൾ സമയം ലാഭിക്കുന്നത് പ്രോഫിറ്റായിട്ട് മാറുകയല്ലേ, ഇത് പ്രോഫിറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. ബേസിക്കലി ഈ സമയം നമ്മൾ കീപ്പ് ചെയ്യാത്ത, പങ്ക്ച്വൽ ഇല്ലാത്തത് ഒരു ക്യാരക്ടർ ഡെഫിഷ്യൻസിയാണ്. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ എന്ന് പറഞ്ഞ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ എഞ്ചിനീയറാണ്. പുള്ളിയെ നമ്മൾ സ്കൂളിൽ പഠിച്ചൊരു പാഠമുണ്ട്, സമീക പൂജാരി എന്ന് പറയും. പണ്ട് മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ റോഡിൽ കൂടെ രാവിലെ നടക്കാൻ പോകുമ്പോൾ ആൾക്കാർ വാച്ച് കറക്റ്റ് ചെയ്യുന്ന പറയുന്നത്. അത്രയും പങ്ക്ച്വലാണ്. അപ്പം ഐ വാസ് ടോട്ട് ബൈ ജർമൻസ്. ഇത് ഞാൻ ലേൺ ചെയ്തത് എൻ്റെ പ്രൊഫസേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ്. ഞങ്ങൾ പഠിപ്പിച്ച ഒരു പ്രൊഫസർ പോലും ക്ലാസ്സിൽ 1 മിനിറ്റ് ലേറ്റ് ആവില്ല. 9 o'clock മീൻസ് അവർ എപ്പോഴും പറയുന്നത് 8 hours 59 minutes 60 seconds. അപ്പോൾ ഇത് തന്നെ നമ്മളെ കമ്പനിയിൽ ഫസ്റ്റ് ലെസൺ. അങ്ങനെ ഞങ്ങൾ ഓരോന്നായിട്ട് മാറി വന്നപ്പോൾ ഇത് മാനുവലായിട്ട് നമുക്ക് ഒരിക്കലും മോണിറ്റർ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതിന് വി ഡെവലപ്ഡ് എ സോഫ്റ്റ്വെയർ കോൾഡ് ടൈം ടു ഇംപ്രൂവ് മൈ എഫിഷ്യൻസി. അത് വെച്ചിട്ട് ഒരു 5 വർഷമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ക്യാരക്ടേഴ്സ് ഒരാളെ മാറ്റിയെടുക്കണമെങ്കിൽ ഒറ്റ ദിവസം പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ സയൻറ്റിഫിക്കലി പറയുന്നത് ഒരു കാര്യം നമ്മൾ മാറ്റണമെങ്കിൽ അത് ഹാബിറ്റ് ആവണമെങ്കിൽ ഒരു 22 days നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു മാസം ഒരു 22 working days കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ഒരു മാസം ഒരു ഐറ്റം എടുത്തിട്ട് ഐ വിൽ ബി പങ്ക്ച്വൽ പേഴ്സൺ എന്ന് നമ്മൾ തീരുമാനിച്ചാൽ ഈ മാസം സ്റ്റാർട്ടിങ് ചെയ്താൽ എവറി ഡേ കൃത്യസമയത്ത് നമ്മളിങ്ങനെ വന്ന് പോയി കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോൾ അത് ഹാബിറ്റ് ആവും. പിന്നെ നമ്മൾ കൃത്യമായിട്ട് പോകും, എല്ലാ കാര്യങ്ങൾ ചെയ്യും. ഇങ്ങനെ ഫസ്റ്റ് വീക്ക് നിങ്ങൾ ഇതെടുത്തിട്ടു, മേ ബി സെക്കൻഡ് വീക്ക് നിങ്ങൾ അടുത്ത ഐറ്റം എടുത്തിട്ടു, അപ്പോൾ 2 പാരലായിട്ട് പോകും. ഇങ്ങനെ മെല്ലെ പറ്റത്തുള്ളൂ, അല്ലാതെ എല്ലാം കൂടെ എടുത്ത് നമുക്ക് ഇടാൻ പറ്റില്ല. അങ്ങനെ ഇത് മൊത്തം ഈ 200 പാരാമീറ്റേഴ്സിൽ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു 5 വർഷത്തെ പ്രോസസ്സാണിത്. പക്ഷെ 5 വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ടോട്ടലി ഒരു ഡിഫറെൻറ്റ് പേഴ്സൺ ആവും. നിങ്ങളും അത് നിങ്ങളുടെ ഔട്ട്പുട്ടിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യും. നിങ്ങളുടെ ഔട്ട്പുട്ട് 20% കൂടിയ കമ്പനിയുടെ പ്രോഫിറ്റും 20 അല്ല ആക്ച്വലി. കാര്യം നിങ്ങളുടെ ബേസിക് ഇതും കഴിഞ്ഞിട്ടുള്ളത് 20% പ്രോഫിറ്റ് ചിലപ്പം ഡബിൾ ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത് കൂട്ടി വന്നപ്പോഴത്തേക്ക് അപ്പം കുറെ കഴിയുമ്പോഴത്തേക്ക് അത് നമ്മുടെ ബെസ്റ്റ് മാർക്കറ്റിംഗ് ടൂളായി. ക്ലയൻസ് തന്നെ അറിയാം വി ആർ മച്ച് ബെറ്റർ ദാൻ അവർ കോമ്പറ്റീറ്റേഴ്സ്. ഇന്ന് ഞങ്ങളുടെ ഒരു ഫീൽ ഞങ്ങൾക്ക് കോമ്പറ്റീറ്റേഴ്സ് ഇല്ലെന്നാണ്. ടുഡേ വി ആർ വേൾഡ് നമ്പർ 1 in 5 fields. ഇതിന് ഞങ്ങൾ IIT IIM നല്ല ആൾക്കാരെ എടുക്കുന്നത്. ഞങ്ങൾ ആൾക്കാരെ എടുക്കുന്നത് മിക്കവാറും എല്ലാം വില്ലേജസിൽ നിന്നാണ്. അവരെ ട്രെയിൻ ചെയ്തെടുക്കുന്നത്. ഞങ്ങളുടെ ഇപ്പം ഗ്രൂപ്പിൽ ഒരു 30 കൺട്രീസിൽ ഒരു 80ഓളം കമ്പനികളുണ്ട്. ഇപ്പം എൻ്റെ ഗ്രാമത്തിലൊരു ഓഫീസുണ്ട്, വില്ലേജാണ്. അവിടുത്തെ ഓഫീസിൽ ലേഡീസ് മാത്രമേ ഉള്ളൂ. അവർ കപ്പൽ കണ്ടിട്ട് പോലും ഇല്ലാത്ത അവരെയാണ് നമ്മൾ വിളിച്ച് ട്രെയിൻ ചെയ്യുന്നത്. 10 വർഷം കഴിഞ്ഞപ്പോൾ. കഴിഞ്ഞ 7 വർഷമായിട്ട് ഞങ്ങൾ എൻറ്റയർ വേൾഡ് ഗ്രൂപ്പിലെ മോസ്റ്റ് എഫിഷ്യൻറ്റ് ഓഫീസ് അതാണ്. ഈ സ്കെയിൽ വെച്ച് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതാണ് മോസ്റ്റ് ഹാപ്പി ആയിട്ടുള്ള എംപ്ലോയീസ് അവിടെയാണ്. ദാറ്റ് മീൻസ് യു ഡോണ്ട് നീഡ് IIT or IIM ടു മേക്ക് എ പേഴ്സൺ എഫിഷ്യൻറ്റ് ഓർ സംതിങ്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഔട്ട്പുട്ട് തരുന്ന ഓഫീസും അതാണ്. അപ്പോൾ ഞങ്ങളത് കാരണം ഇപ്പം വില്ലേജുകളിലേക്ക് ഓഫീസുകൾ മാറ്റിക്കൊണ്ടിരിക്കുക. കാര്യം അവരെ ട്രെയിൻ ചെയ്യാനും അവരെ മാറ്റാനും ഈസിയാണ്. അവരുടെ നമ്മൾ ഈ നല്ല ക്ലേ മോഡലിങ്ങിന് നല്ല വെറ്റായിട്ടുള്ള സാധനമല്ലേ നമുക്ക് ഫ്ലെക്സിബിൾ ആകുന്നത്. ഈ വില്ലേജിലുള്ള ആൾക്കാരെല്ലാം ഫ്ലെക്സിബിൾ ക്യാരക്ടേഴ്സാണ്. അവരെ മാറ്റാൻ വളരെ ഈസിയാണ്. അതേസമയം നിങ്ങൾ സിറ്റിയിലേക്കൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടുന്ന് വരുന്ന ആൾക്കാരെ മാറ്റിയെടുക്കാൻ. മൈൻഡ് സെറ്റ് വേറൊരു ഇതിലാണ് മാറ്റാണ്. നമ്മുടെ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. ഞങ്ങളിപ്പോൾ അത് കാരണം ഇപ്പം പോയി അട്ടപ്പാടിയിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു സ്കൂളിനെ ഞങ്ങൾ ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട് ഇതേ രീതിയിൽ. കാര്യം അവരൊക്കെ നാളെ ഇൻഡസ്ട്രിയിലേക്ക് വരേണ്ടവരാണ്. അപ്പോൾ ആ സ്കൂളിനെ മൊത്തം നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവർ മാറിയാൽ ഇന്ത്യ മുഴുവൻ നമുക്ക് എഡ്യൂക്കേഷൻ സെക്ടർ മാറ്റാൻ പറ്റും. അപ്പം ഞങ്ങൾ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല നിൽക്കുന്നത്, നമ്മുടെ ഒരു CSR ആക്ടിവിറ്റി പോലെ അക്കാഡമിക്സിലേക്ക് പോകുന്നു, അവരെ മാറ്റിയെടുക്കാൻ ശ്രമം നടത്തുന്നു. കാര്യം അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ ട്രെയിൻ ഹോളെന്ന് വെച്ചാൽ അക്കാഡമിക്സിനകത്തുള്ള ട്രെയിൻ ഹോളാണ്. യു ആർ എ വിക്ടിം, ഐ എം എ വിക്ടിം. നമ്മൾ എന്തോ ആവേണ്ടവർ എവിടെയോ. ഇപ്പം ഞാൻ സിനിമയിലേക്ക് പോകേണ്ട ഒരു വ്യക്തി ചെന്ന് എത്തിപ്പെട്ടത് എഞ്ചിനീയറിംഗ് ആണ്. പക്ഷേ ഐ സ്റ്റിൽ വർക്കിംഗ് ഓൺ ഇറ്റ്. ഐ മെയ്ഡ് മൈ കമ്പനി ആസ് ദ വേൾഡ്സ് നമ്പർ 1 ഇൻ ദ ഡിസൈൻ.
But my daughter is also a victim in that one. She'd gone to the best school, best university for naval architecture. After masters, she said this is not her field. Then she changed to hypnotherapy. But the masters in naval architecture also helps her. But thing is, correct career design in academics നടന്നിരുന്നെങ്കിൽ she would have been in a different way in performing this much earlier stage. But luckily I could support her to change the field and other things. But most of the people അവർക്ക് പറ്റില്ല ഒരിക്കലും ലേറ്റർ സ്റ്റേജിൽ കരിയർ മാറ്റാനായിട്ട്. അപ്പം യു വിൽ ബി ആൻ അൺഹാപ്പി പേഴ്സൺ ഇൻ ദ ഇൻഡസ്ട്രി. ഇതാണ് മെജോറിറ്റിക്ക് സംഭവിക്കുന്നത്. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രോപ്പർ കരിയർ ഡിസൈൻ അക്കാഡമിക്സിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിപ്പം സ്കൂൾ ലെവലിൽ നിന്ന് അക്കാഡമിക്സ് വരുന്നത്. കാര്യം എൻ്റെ തന്നെ ഇവരെല്ലാം ഇൻഡസ്ട്രിക്ക് വരേണ്ടതാണ്. ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഒരു വലിയ ബേർഡൻ ആവും. ഞങ്ങളുടെയൊക്കെ ഓഫീസിലെ ഏറ്റവും വലിയ പ്രശ്നം ഈ ഒന്നും അറിയാതെ ഇൻഡസ്ട്രിയെ കുറിച്ച് ഒരു ധാരണയില്ലാതെ വരുന്ന കുറേ ആൾക്കാർ. കാര്യം ഇവരെ പഠിപ്പിച്ച് വിടുന്ന അധ്യാപകർക്ക് ഇൻഡസ്ട്രിയെ കുറിച്ച് ഒരു ധാരണയില്ല. അവർ ഒരു ദിവസം പോലും വർക്ക് ചെയ്തില്ല ഇൻഡസ്ട്രിയിൽ. ഇവര് വെറുതെ കുറെ കുട്ടികളുടെ നല്ല സമയം 50,000 മണിക്കൂറോളം വേസ്റ്റ് ചെയ്ത് അവരുടെ ഫീസും എല്ലാം അക്കാഡമിക്സ് വാങ്ങും. എന്നിട്ട് ഇൻഡസ്ട്രിയിലേക്ക് പറഞ്ഞയക്കും. ഇൻഡസ്ട്രിയുടെ പണിയാണ് പിന്നെ ഇവരെ ഫീസ് കൊടുത്ത് അങ്ങോട്ട് പൈസ കൊടുക്കണം. സാലറി കൊടുത്തിട്ടാണ് ഇവരെ സാധനങ്ങൾ പഠിപ്പിച്ചെടുക്കുന്നത്. ഇപ്പം നിങ്ങൾ ഈ ചെയ്യുന്ന തൊഴിലും ഇൻഡസ്ട്രിയിൽ വന്നിട്ട് നിങ്ങൾ പഠിച്ചല്ല, അല്ലാതെ അക്കാഡമിക്സിൽ നിന്ന് പഠിച്ചല്ല. ഇതാണ് ഇവിടെയുള്ള എല്ലായിടത്തും നടക്കുന്നത്. അപ്പം ഇതിപ്പം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞങ്ങളുടെ തന്നെ എംപ്ലോയീസിൻ്റെ എല്ലാ കുട്ടികളുടെയും കരിയർ ഡിസൈൻ ഐ ആം ദ മെൻറ്റർ. എവറി മന്ത് ഐ ആം അഡ്രസ്സിങ് ദം. അവരുടെ കരിയർ ഡിസൈൻ പ്രോപ്പർ ആക്കുന്നുണ്ട്. അവർ ഏത് ഇൻഡസ്ട്രിയിലേക്ക് പോകണമെന്ന് അവർ ഓരോ കുട്ടിക്കും വ്യക്തമായ ധാരണയുണ്ട്. അപ്പം ഞങ്ങൾ ചെയ്യുന്ന ഈ ഒരു മോഡൽ മറ്റെല്ലാവർക്കും ഫോളോ ചെയ്യാവുന്നൊരു സിസ്റ്റമാണ് ആക്ച്വലി. ആ രീതിയിൽ ഞങ്ങൾ അതിനെ മോഡൽ ചെയ്ത് കൊണ്ടുവരുന്നത്. ഇപ്പൊ എംപ്ലോയീസിന് എത്രയും എന്താ പറയേണ്ടത് കൺസേൺഡ് ആണ്. ആൻഡ് ഫാമിലിന്റെ കാര്യം ഇപ്പൊ മോള് വന്നിരുന്നപ്പോ തന്നെ നമുക്ക് ആ ഒരു ചേഞ്ച് കാണാൻ പറ്റുന്നുണ്ട്. മുമ്പും അതുപോലെ മോള് വന്നതിന് ശേഷം ആ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാമിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എസ്പെഷ്യലി ഞാൻ കേട്ടൊരു കാര്യമുണ്ട്, വൈഫിന് ബർത്ത്ഡേക്ക് റോൾസ് റോയ്സ് ഒക്കെയാണ് ബർത്ത്ഡേ പ്രൈസ് ആയിട്ട് കൊടുത്തത് എന്നുള്ള കാര്യം. അതിപ്പം ഭാര്യയുടെ ആഗ്രഹങ്ങൾ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റു മാർഗമൊന്നുമില്ലല്ലോ. റോക്കറ്റിന്റെ അടുത്ത് എങ്ങനെ ഇത്രയും വേഗത ചോദിച്ചു നിച്ചപ്പോ മൂട്ടിന് തീ പിടിച്ചെന്ന് പറഞ്ഞു. അതുപോലെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ആദ്യത്തെ ആഗ്രഹം നമ്മൾ ചോദിച്ചു വല്ല ഐസ്ക്രീം എന്തൊക്കെ ചോദിച്ചപ്പോഴേ പറഞ്ഞു എനിക്ക് റോൾസ് റോയ്സ് വേണമെന്നൊരു ആഗ്രഹം 25 വർഷത്തിന് മുമ്പ് പറഞ്ഞാൽ പിന്നെ 25ാമത്തെ വർഷമെങ്കിലും ചെയ്തു കൊടുത്തില്ല. പിന്നെ അത് ശരി. അപ്പൊ ആദ്യം പറഞ്ഞൊരു ആഗ്രഹം ചോദിച്ചു വാങ്ങിയതാ. എനിക്ക് ഇരട്ട കുട്ടികളാണ്. നിവേദ്യ, നിർമ്മാല്യ എന്ന് പറഞ്ഞാൽ ഇതേ രൂപത്തിൽ ഫോട്ടോകോപ്പി ഒരു ആളുടെ ഉണ്ട്. അയാള് നേവൽ ടീച്ചറാണ്, കഴിഞ്ഞതാണ്. ഞങ്ങളുടെ ബിസിനസ് ഡെവലപ്മെന്റ് ഹെഡാണ്. ഇപ്പം UK-ലാണ്, ലണ്ടനിൽ ബേസ്ഡ് ആണ്. നമ്മളുടെ ഹസ്ബൻഡും നേവൽ ആർക്കിടെക്ട്. അവർ ക്ലാസ്മേറ്റ്സ്, ഇവരെല്ലാം ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാണ്. അപ്പം ഇദ്ദേഹത്തിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുകയാണ്. വൈഫ് ഇന്റീരിയർ ഡിസൈനറാണ്, ഒരു ക്ലാസിക്കൽ ഡാൻസറാണ്. കുറേ ദുബൈയിൽ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്ന ഒരു അധ്യാപിക കൂടിയായിരുന്നു, നൃത്താധ്യാപികയായിരുന്നു. ഇന്ത്യയിലെ ഡിസൈനിൻ്റെ ഒരു കമ്പനിയുണ്ട്. ആൻഡ് ഇപ്പൊ എന്റെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുക എന്നുള്ളതാണ് മെയിൻ ഹോബി. ഓക്കെ, ശരി. അപ്പൊ നാട് വരുന്നത് പുനലൂര് ഐക്കരക്കോണത്താണ്. അപ്പൊ അവിടെയുള്ള ഒരുവിധം ആളുകളൊക്കെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടി സാർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ നേരത്തെ വില്ലേജിനെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്തു. അപ്പം ആ ഒരു ഗ്രാമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഇപ്പൊ എനിക്ക് ലോകം മുഴുവൻ മാറ്റാൻ പറ്റില്ല. പക്ഷെ നമ്മുടെയൊക്കെ ആഗ്രഹം എന്താണ്, എല്ലാവരും മരിച്ചിട്ട് സ്വർഗത്തിൽ പോകണമെന്നല്ല ആഗ്രഹം. എൻ്റെ ആഗ്രഹം നേരെ തിരിച്ചാണ്. എനിക്ക് ആഫ്റ്റർ ഡെത്തിനെ കുറിച്ച് ഐ ആം ലീസ്റ്റ് ബോതേഡ്. എനിക്ക് ഐ നീഡ് ടു ക്രിയേറ്റ് ദാറ്റ് ഹെവൻ ഇൻ ദിസ്. എനിക്ക് ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് ആ ഹെവൻ സൃഷ്ടിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം ഇന്ത്യ മുഴുവൻ ഹെവനാക്കാനോ UAE മുഴുവൻ ഹെവനാക്കാനോ എനിക്ക് പറ്റത്തില്ല, അതെൻ്റെ കയ്യിലല്ല നിൽക്കുന്നത്. പക്ഷെ എനിക്ക് എൻ്റെ വീട് ഒരു ഹെവനാക്കാം. എൻ്റെ ചുറ്റുവട്ടമുള്ള ചെറിയ ഗ്രാമം കൂടെ എനിക്ക് ഹെവനാക്കാൻ ശ്രമിക്കാം. അതിപ്പം വീട് അത്യാവശ്യം ഞാൻ ഹെവൻ പോലെ ആക്കിയിട്ടുണ്ട്. 2 മാലാഖമാരൊക്കെ അവിടെ ഉണ്ട്. അപ്പം അത് കഴിയുമ്പം നാട് ഒന്ന് നന്നാക്കണമെങ്കിൽ നാട്ടിലെ നമുക്ക് ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങൾ മാറ്റിയാൽ തന്നെ ഓട്ടോമാറ്റിക് ഹെവനാകും. നമുക്ക് നാടിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്ന കാര്യം എന്തൊക്കെയാണ്? നോക്കൂലി പാടില്ല, മോഷണം പാടില്ല, അടിപിടി പാടില്ല, ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളല്ലേ. എൻ്റെ നാട്ടിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ ഒരു 10 വർഷത്തിന് മുമ്പ് ഈ സ്ഥാപനം തുടങ്ങി. അതിന് മുമ്പ് തന്നെ അവിടുത്തെ മെയിൽസ് എല്ലാം നമ്മുടെ കമ്പനിയിലേക്ക് വന്നു തുടങ്ങി. പിന്നെ ഉണ്ടായിരുന്ന തൊഴിലില്ലാത്ത ഫീമെയിൽസ് ആയിരുന്നു, അവർക്കെല്ലാം അവിടെ തൊഴിലായി. എല്ലാ സാമ്പത്തികമായിട്ട് ആ ഗ്രാമം മൊത്തം മെച്ചപ്പെട്ടു. ഇന്ന് അവിടെ തൊഴിലില്ലാത്ത ആരുമില്ല, എല്ലാവർക്കും തൊഴിലുണ്ട്. അച്ഛനും അമ്മയ്ക്കും പെൻഷൻ കിട്ടുന്നുണ്ട്. അവിടെ ഭിക്ഷക്കാരും ആ ഗ്രാമത്തിൽ അങ്ങനെ കയറാറില്ല, കയറ്റാറില്ല. ഞങ്ങൾ ഒരു സേഫ്റ്റിയുടെ ഒരു പാർട്ടാണ്. ഇപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ തന്നെ ഞങ്ങൾക്കൊരു സെക്യൂരിറ്റി ഒന്നും വെക്കേണ്ട കാര്യമില്ല.
എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സെക്യൂർഡ് ആണ് ആക്ച്വലി. സേഫ്, ഡോറ് തുറന്നിട്ട് വേണേൽ കിടന്നുറങ്ങാം. മറ്റേ നോക്കുകൂലിയൊന്നുമില്ല, പൊളിറ്റിക്സിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ ഒരു അറിയപ്പെടാത്തൊരു അമ്പലം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇന്ന് അവിടുത്തെ ഭയങ്കര ഫേമസ് അമ്പലമായിട്ട് മാറി. കാര്യം അവിടെയാണ് എന്നും ഇതില്ലേ അന്നദാനം സാധനമൊക്കെ ഉണ്ട്. പല വീട്ടിൽ അടുക്കളയൊന്നും വർക്ക് ചെയ്യുന്നില്ല ആക്ച്വലി, എല്ലാവരും അവിടെ തന്നെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ. അങ്ങനെ ഒരു ഭയങ്കര ഒരു ഹാർമണി നിലനിൽക്കുന്ന ഒരു ഗ്രാമമായിക്കൊണ്ട് ഇരിക്കുകയാണ്. അത് പണ്ട് നാട്ടുവൈദ്യന്മാർ അറിയപ്പെട്ടൊരു സ്ഥലമായിരുന്നു. അപ്പം ഞങ്ങൾ നാട്ടുവൈദ്യന്മാരുടെ എന്താണ് ഇന്ത്യയിലെ ഹെഡ് ഓഫീസ് ആക്കിയിട്ട് ആ ഗ്രാമത്തിനെ മാറ്റുകയാണ്. അപ്പം ഓൾറെഡി അവരുടെ അസോസിയേഷന് സ്ഥലം കൊടുത്തു, ഓഫീസിനുള്ള സ്ഥലം കൊടുത്തു, എല്ലാം കൊടുത്തു. ഒരു സിനിമ നിർമ്മിച്ചു, ഐക്യരക്കോണത്തെ ബിഷക്കുരന്മാർ. അത് ഓസ്കാറിലെല്ലാം നമ്മൾ എത്തിച്ചു. ആ ഗ്രാമത്തിനെ ബ്രാൻഡ് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. ഇപ്പം ഓർഗാനിക് ഫാമിങ്. കാര്യം ഇനി നമ്മുടെ നാട്ടിൽ അവിടെ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത, ഞങ്ങളെല്ലാം നേരത്തെ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത വീടൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ സോളാർ വെച്ചിട്ട് കാര്യം ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് അത് കിട്ടാൻ ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ സോളാർ വെച്ചിട്ട് അവിടെ മൊത്തം ഇലക്ട്രിസിറ്റി ആയി. ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് എല്ലാം ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക് മാറ്റുന്നൊരു പ്രോസസ്സാണ്. ഓർഗാനിക് ഫാമിങ് തുടങ്ങി. കാര്യം ക്യാൻസർ നമ്മളിങ്ങനെ അന്വേഷിച്ച് ക്യാൻസർ കേസൊക്കെ കൂടിയപ്പോൾ ഈ വിഷമടിച്ച പച്ചക്കറി വരുന്നു, വിഷമടിച്ച മത്സ്യം വരുന്നു. അപ്പോൾ ഇതെല്ലാം നാട്ടിൽ തന്നെ ഉണ്ടാക്കിയ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് തുടങ്ങി. കരിയർ ഡിസൈൻ, എല്ലാ കുട്ടികളുടെയും കരിയർ ഡിസൈൻ പ്രോസസ്സ് അവിടെ തുടങ്ങി. ഇപ്പോൾ നമ്മളവിടെ ഒരു മൾട്ടിപ്ലെക്സ് അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അതിനെ സ്കൂളായിട്ട്, ഇപ്പം സ്കൂളിൽ പഠിക്കുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് പഠിക്കാനായിട്ടുള്ള വിഷ്വൽ മീഡിയ ഉപയോഗിച്ചിട്ട് പഠിക്കാനുള്ള സംവിധാനം അവിടെ നമ്മളിപ്പം ചെയ്യുന്നുണ്ട്. അവിടെ കല്യാണ മണ്ഡപമുണ്ട്. അവിടെ നമ്മൾ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ആൻറ്റി കാസ്റ്റ് പോളിസിയാണ്. നമ്മുടെ ഏരിയസിൽ ഈ ജാതി മതം എന്നല്ല ഏറ്റവും വലിയ പ്രശ്നം. അതില്ലാതാക്കുന്നൊരു സംവിധാനം ഉണ്ടാക്കി. ഈവൻ പേരിൻ്റെ കൂടെ ജാതി പോലും വെക്കാൻ പറ്റുന്നില്ല. ആരെങ്കിലും ഇന്റർകാസ്റ്റ് മാരേജ് നടത്തുന്നുണ്ടെങ്കിൽ കമ്പനി ഏറ്റെടുത്ത ചിലവ് മൊത്തം നടക്കും. തൊഴിലും അവരെ ജീവിക്കാനുള്ള അറേഞ്ച്മെന്റ്, അവരുടെ കല്യാണം എല്ലാം നടത്തും. നമ്മൾ എങ്ങനെയെങ്കിലും ഈ കാസ്റ്റ് ആൻഡ് റിലീജിയൻ ഇല്ലാതാക്കുന്ന പ്രോസസ്സാണ്. അപ്പം അങ്ങനെ ഞങ്ങളൊരു 10 വർഷം കൊണ്ട് ആ ഗ്രാമം ഒരു ഹെവനാക്കി കഴിഞ്ഞാൽ ഹെവനിൽ വെച്ച് മരിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പൊ അവിടെ ഞങ്ങളുടെ ഇപ്പൊ ടവർ വരുന്നുണ്ട്, അത് തന്നെ എന്റെ വീട് ഞാൻ സെറ്റ് ചെയ്യുന്നു. അപ്പം ഓഫീസ് വീടും എല്ലാം ഒരേ ബിൽഡിങ്ങിൽ ആ ഹെവനിൽ സുഖമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഒരു ആഗ്രഹം. ഇതുവരെ ഐക്യരക്കോണം കണ്ടിട്ടില്ല, പക്ഷെ ഇത് 10 വർഷം കഴിയുമ്പോൾ ആൾക്കാർ തീർച്ചയായിട്ടും 10 വർഷം കഴിയുമ്പം ആൾക്കാർ വണ്ടി പിടിച്ച് ഐക്യരക്കോണത്ത് വരണം. അതാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊണ്ടുവരുന്നത്. നമുക്ക് അങ്ങനെ ഒരു വില്ലേജ് കാണണം എന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം. ഈവൻ ക്രിക്കറ്റ് സ്റ്റേഡിയം വരുന്നുണ്ട് അവിടെ. ഇപ്പൊ ഞങ്ങൾ ക്രിക്കറ്റിലേക്ക് ഇറങ്ങിയിട്ട് ഒരു 3 വർഷമായിട്ടുള്ളൂ. ഇതിനകം തന്നെ കേരള ചാമ്പ്യൻസ് ഞങ്ങൾ. ഇപ്പം കഴിഞ്ഞ തവണത്തെ KCLനകത്ത് കൊല്ലം ജില്ലയാണ് ജയിച്ചത്. അതിൻ്റെ തുടക്കം ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് തുടങ്ങിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു ക്രിക്കറ്റ് ഗ്രൗണ്ട് അവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു. അവിടുത്തെ ലൈബ്രറി ഇപ്പോൾ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വിഷൻ വെച്ചാൽ കേരളത്തിലെ ഏറ്റവും മികച്ച ലൈബ്രറി ആക്കി തന്നെ മാറ്റണം 10 വർഷം കൊണ്ട്. അതിനുള്ള വർക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും ഞങ്ങൾക്ക് എപ്പോഴും നമ്പർ 1 ആവണം എന്നുള്ളൊരു ആഗ്രഹമാണ്. ഞങ്ങളുടെ ഗ്രാമം നമ്പർ 1 ആവണം, അതിനുള്ള ശ്രമമാണ്. അടിപൊളി അടിപൊളി. അങ്ങനെ ആവട്ടെ. ഇനി കുറച്ച് പോളിസീസും നിങ്ങളുടെ കമ്പനിയിൽ കൊണ്ടുവന്നിട്ട്, ഇപ്പം നേരത്തെ മെൻഷൻ ചെയ്തു ആന്റി ഡൗറി, ആന്റി കാസ്റ്റ് തുടങ്ങിയിട്ടുള്ള പോളിസീസും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ വളരെ സീരിയസ് ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു സോഷ്യൽ റെസ്പോൺസിബിളും കൂടിയാണ് സാർ. ഇപ്പോൾ ഓർഗൻ ഡൊണേഷനിൽ വി ഗോട്ട് എ വേൾഡ് റെക്കോർഡ് ആക്ച്വലി. കമ്പനിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ തന്നെ ഓർഗൻ ഡൊണേഷനിൽ, കാര്യം ഓർഗൻ ഡൊണേഷൻ താല്പര്യമുള്ളവരുള്ളപ്പോൾ നമ്മൾ എന്തിനാ ഇല്ല താല്പര്യമില്ലാത്തവർ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടെങ്കിൽ അവർക്ക് ഫസ്റ്റ് പ്രിഫറൻസ് അവർക്കാണ്. അവരില്ലെങ്കിൽ മാത്രമേ നമ്മൾ പുറത്ത് വേറെ ആളെ എടുക്കത്തുള്ളൂ. അങ്ങനെ ഇന്ത്യയിൽ അതാ പറഞ്ഞ നമ്മുടെ ഗ്രാമത്തിൽ എല്ലാവരും ഓർഗൻ ഡൊണേഷൻ തയ്യാറാണ്. ഞങ്ങളുടെ ഗ്രാമത്തിൽ തയ്യാറാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് തയ്യാറായിക്കൂടെ. ഉറപ്പായിട്ടും. പിന്നെ ഐക്യരക്കോണത്തെ ബിഷഗുരന്മാർ ആ മൂവി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് മൂവി തോട്ടിലേക്ക് വന്നത് ഇങ്ങനെ ഒരു സിനിമ? എല്ലാ വർഷവും ഒരു ചാരിറ്റി മൂവി നമ്മൾ ചെയ്യും. ചാരിറ്റി മൂവി വെച്ചാൽ ചാരിറ്റിക്ക് കൊടുക്കുന്ന പൈസയല്ലേ നമ്മൾ സാറിന് ചാരിറ്റി കൊടുക്കും. ഇത് നമ്മൾ ഭക്ഷണം കിട്ടാത്തത് മാത്രമല്ലല്ലോ നമ്മുടെ നാട്ടിലെ പ്രശ്നം. മനസ്സിലെ പവേർട്ടി ഒരു പ്രശ്നമല്ലേ. അപ്പോൾ ഈ കലാകാരന്മാർ കുറേ പേര് നടക്കുന്നുണ്ട് സിനിമക്കാരെന്ന് പറഞ്ഞ്, അവരും സ്റ്റാർവ് ചെയ്യല്ലേ. അപ്പോൾ അവരെ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാ വർഷവും ഒരു ചാരിറ്റി മൂവി ചെയ്യും വളർന്നു വരുന്ന കലാകാരന്മാർക്ക് വേണ്ടി. ഇവിടെ ഇപ്പം ഐക്യരക്കോണത്തെ ബിഷഗുരന്മാരിലൂടെ ഞങ്ങൾ ഏതാണ്ട് 175 ആർട്ടിസ്റ്റുകളെ, അത് ആക്ടേഴ്സ് മാത്രമല്ല, പാട്ട് പാടുന്നവർ, പാട്ട് എഴുതുന്നവർ തൊട്ട് അങ്ങോട്ട് എല്ലാവരും ഉണ്ട് ഇതിനകത്ത്. കൊറിയോഗ്രാഫേഴ്സ്, ഡാൻസേഴ്സ് എല്ലാവരും ഉണ്ട്. അവരെല്ലാം നമ്മൾ ലോഞ്ച് ചെയ്ത് ഓസ്കാറിൽ വരെ എത്തിച്ചു. അതിക്കുള്ള നമുക്ക് എത്തിക്കാൻ പറ്റത്തില്ല. വണ്ടർഫുൾ. ഓക്കെ, അപ്പൊ ഈ പാട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നിമിഷകവിയാണ്, പിന്നെ അതിലും റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. എല്ലാത്തിലും ചെല്ലണ ഇൻഡസ്ട്രിയിലെല്ലാം റെക്കോർഡുകളാണ് അല്ലേ. അണുകാവ്യം എന്ന് പറഞ്ഞില്ല, അത് ഒരു നമ്മുടെ എഫിസം ഫോളോ ചെയ്യുന്നവരെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. 1:1:1. 1 ഫോർ ബോഡി, 1 ഫോർ മൈൻഡ്, 1 ഫോർ കർമ്മ എന്നാണ്. അത് നമ്മുടെ 24 hours നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ജോബിന് വേണ്ടിയുള്ള, കമ്പനിക്ക് വേണ്ടിയുള്ള 8 മണിക്കൂർ അവിടെ ഉണ്ട്. ഒരു മാസം 240 മണിക്കൂർ കിട്ടും.
8 മണിക്കൂർ ശരീരത്തിന് ചിലത് ഉറക്കം, എക്സസൈസ് അങ്ങനെയുള്ള സാധനം പോകും. പിന്നെയുള്ള ഒരു 8 മണിക്കൂറിനകത്താണ് നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന ഒരുപാട് ഐറ്റം ഉണ്ട്. നമ്മുടെ ടാലൻറ്റ്, പാഷനൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ടത് എവിടെയാണ്? നമ്മുടെ ലവ്ഡ് വൺസിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടത്. അതിനകത്ത് ഒരു മെയിൻ സാധനമാണ് നമ്മുടെ ടാലൻറ്റ്. നമ്മുടെ ഉള്ളിൽ എവിടെയെങ്കിലും ടാലൻറ്റ് ഇടമുണ്ടെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യണം, വേറെ ആരും വരില്ല. നിങ്ങൾക്ക് പാടാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾ പാടി ശരിയാക്കണം, അല്ലാതെ ഞാൻ വിചാരിച്ചാൽ നടക്കത്തില്ല. അപ്പോൾ ഞാൻ സ്കൂളിൽ വെച്ച് കവിത എഴുതുമായിരുന്നു. സോ എനിക്ക് അത് ഡെവലപ്പ് ചെയ്യാൻ എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ FSM ചോദിക്കും വാട്ട് ഈസ് എ ടാലൻറ്റ് ലിസ്റ്റ്, വാട്ട് ഈസ് എ ടാർഗറ്റ്. അപ്പോൾ FSMൽ എന്ത് നമ്മൾ എഴുതിയാലും ഉടനെ ടാർഗറ്റ് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും എനിക്ക് എൻ്റെ ഒരു 5 ഇയർ പ്ലാൻ ഉണ്ട്. ഇപ്പം FSMൽ എപ്പോഴും നമുക്ക് 5 ഇയർ പ്ലാൻ ഉണ്ടാവണം, ആനുവൽ പ്ലാൻ, മന്ത്ലി പ്ലാൻ, ഡെയിലി പ്ലാൻ ഒക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ 5 ഇയർ പ്ലാനിനകത്ത് എനിക്ക് ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകണം എൻ്റെ ടാലൻറ്റിൽ. 5 വർഷം നമ്മൾ ഏതിൽ ഫോക്കസ് ചെയ്താലും നമ്മൾ അതിൽ മാസ്റ്റർ ആവും. നിങ്ങൾ കരാട്ടെ പഠിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആവത്തില്ലേ? ഡാൻസ് പഠിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാം, പാട്ട് പഠിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റേജ് പെർഫോം ചെയ്യാം. അങ്ങനെ 5 വർഷം കൊണ്ട് ഏത് ഫീൽഡിൽ ഇറങ്ങിയാലും നിങ്ങൾക്ക് ഒരു മാസ്റ്റർ ആകാൻ പറ്റും. അപ്പം ഞാൻ എൻ്റെ ഫീൽഡിൽ മാസ്റ്റർ ആവാൻ തീരുമാനിച്ചു. ഒരു വേൾഡ് റെക്കോർഡ് ഇടുന്ന ഞാൻ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തു. കാര്യം എപ്പോഴും നമ്മൾ വേൾഡ് നമ്പർ 1 സെറ്റ് ചെയ്യുന്നത്. അപ്പം എങ്ങനെ പാട്ടിനകത്ത് വേൾഡ് റെക്കോർഡ് ഇടാം? എവറി ഡേ ഐ റൈറ്റ് എ പോയം, പുട്ട് മ്യൂസിക്, പബ്ലിഷ്. അത് ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് ചെയ്യുക. അങ്ങനെ ഞാൻ 1001 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വേൾഡ് റെക്കോർഡ് കിട്ടി. ഇന്നത് 2800 കഴിഞ്ഞു. അപ്പം 7 വർഷത്തേക്കുള്ളായി. ഇനി അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ആദ്യം ഞാൻ നിർത്തണം, പിന്നെ വേറെ ആരെങ്കിലും ഇതുപോലെ കുത്തിയിരുന്ന് എഴുതണം. അത് ശനി ഞായർ അതൊരു ബ്രേക്ക് ഇല്ല. ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, ഇതൊരു ടീം തന്നെ ഇതിൻ്റെ കൂടെ എൻ്റെ കണക്ക് തന്നെ അങ്ങ് മാറി. മ്യൂസിക് ഡയറക്ടർ വർക്ക് ചെയ്യണം, ഗ്രാഫിക് ഡിസൈനർ വർക്ക് ചെയ്യണം, ഇത് പോസ്റ്റ് ചെയ്യുന്ന ബ്രാൻഡിങ് ടീം വർക്ക് ചെയ്യണം. അങ്ങനെ ഞാൻ മാത്രമല്ല, ഈ ഒരു പ്രോസസ്സ് വഴി കുറേ പേര് വളരെ ഇത് പ്രൂവ് ചെയ്യുന്നതാണ്. ഇത്രയും തിരക്കുള്ള എനിക്ക് പോലും എൻ്റെ ടാലൻറ്റിന് വേണ്ടി സമയം കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ടാലൻറ്റ് നിങ്ങളത് കണ്ടെത്തുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ മടിയല്ലേ? അപ്പോൾ ഇതൊരു ഇറ്റ്സ് എ മെസ്സേജ് ഫോർ അതേഴ്സ്. സമയത്തിന് നമ്മൾ കറക്റ്റ് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം സാധിക്കും. നിങ്ങൾക്കും വേൾഡ് റെക്കോർഡ് ഇടാം. സമയമില്ല, അത് സമയമില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ഒഴിഞ്ഞുമാറലിൻ്റെ എക്സാമ്പിളാണ്. എല്ലാത്തിനും സമയമുണ്ട്. സമയത്തിന് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. 24 hours ധാരാളം മതി. കുറേയധികം ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസും റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ എങ്ങനെയായിരിക്കും ഫിലിം ഇൻഡസ്ട്രീനെ? അല്ല, സി AI ഈസ് ഗോയിങ് ടു കംപ്ലീറ്റ്ലി ചേഞ്ച്. ഞങ്ങൾ ഇന്ത്യയുടെ പ്ലാൻ ചെയ്യുമ്പം ഞങ്ങൾ വിചാരിച്ചിരുന്നത് 100 ലാംഗ്വേജിലേക്ക് ഡബ് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ AI ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് 100 അല്ല, ലോകത്തുള്ള ഏത് ലാംഗ്വേജിലേക്ക് നിങ്ങൾക്ക് മാറ്റാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിൽ കേൾക്കാനുള്ള രീതിയിൽ AI മാറുകയാണ്. ഇപ്പം മെറ്റാ ക്ലാസ് എല്ലാവരുടെയും കയ്യിലായി കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾ ലോകത്തുള്ള ഏത് സിനിമയും ഏത് ലാംഗ്വേജിൽ നിങ്ങൾക്ക് കേൾക്കണം എന്ന് പറഞ്ഞാൽ കാണാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ടെക്നോളജി അത്രയും അഡ്വാൻസ്ഡ് ആണ്. ഈവൻ സിനിമയുടെ നിർമ്മാണം തന്നെ മാറിക്കഴിഞ്ഞു. ഇനി ടൈറ്റാനിക് 2 ഉണ്ടാക്കാനായിട്ട് ഷൂട്ടിങ്ങിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഒറ്റയ്ക്കൊരു കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരുന്നുണ്ടാക്കാം. നിങ്ങൾക്ക് ഒരു ഇഷ്ടമുള്ള സ്റ്റോറി നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം. നിങ്ങൾക്ക് തന്നെ വൈകിട്ടിരുന്നുണ്ട് എനിക്കൊരു റൊമാൻറ്റിക് സിനിമ കാണണം, ഇന്ത്യൻ തീം ആയിരിക്കണം, 5 സോങ് വേണം. നിങ്ങൾ സ്പെസിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സിനിമ ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാണാം. ട്രാജിക് എൻഡ് വേണോ, കോമഡി വേണോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് ശരിക്കും പോസിറ്റീവ് ആയിട്ടാണോ വരാൻ പോവാ? കാലം മാറുന്നതനുസരിച്ച് നമ്മൾ അറിയേ പറ്റത്തുള്ളൂ. പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളതല്ല, നിങ്ങളുടെ കംഫർട്ടബിലിറ്റിയാണ് നിങ്ങൾ നോക്കേണ്ടത്. അത് നിങ്ങൾക്ക് എന്താ ശരി അതാണ് ശരി. നിങ്ങൾക്ക് ഏതാ കംഫർട്ട് അതാണ് നിങ്ങളുടെ കംഫർട്ടബിൾ. അല്ലാതെ മറ്റൊന്നുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. 1960 ഒരാൾ ഇഷ്ടപ്പെട്ട സാധനമല്ലല്ലോ ഇന്ന് നമ്മൾ ഇഷ്ടപ്പെട്ടു. കാലം മാറുമ്പോൾ നിങ്ങളുടെ ചോയ്സ്. സോ ബിഫോർ വി റാപ്പ് അപ്പ്, ലൈക്ക് നമുക്കൊരു എന്ത് മെസ്സേജാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും കൊടുക്കാനുള്ളത്? ബിക്കോസ് ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആണ്, അപ്പോൾ അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഞാൻ എപ്പോഴും ഒരു കാര്യം പറയാറുള്ളൂ, സമയത്തെ റെസ്പെക്ട് ചെയ്യുക. സമയം നഷ്ടപ്പെട്ട് തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റും ഏറ്റവും വലിയ ധനവും എല്ലാം സമയം തന്നെയാണ്. അതിനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. ഉയരങ്ങളിലേക്ക് കയറാനുള്ള ആ ലാഡറിൽ സമയം മാത്രമേ നിങ്ങളെ ഒപ്പം ഉണ്ടാകത്തുള്ളൂ. അത് മാത്രമേ നിങ്ങളെ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. അതിനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്ത് വിജയിക്കുക. താങ്ക് യു സോ മച്ച്. ഇത്രയും ഒരു വാല്യുബിൾ ടൈം നമുക്ക് തന്നത്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച് നിവേദ്യ.